മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പ്രതിഫലിച്ചത് മനുഷ്യനല്ലേ എന്നാണ്. മാനവികതയ്ക്ക് പ്രാമുഖ്യം നൽകി, മനുഷ്യത്വത്തിന് പ്രാമുഖ്യം നൽകി, നന്മക്ക് പ്രാമുഖ്യം നൽകി, സനാതന തത്വങ്ങൾക്ക് പ്രാമുഖ്യം നൽകി മതത്തെ വളർത്തിയ വിശുദ്ധമായ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ റസൂലുള്ളാഹി തങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് നീക്കങ്ങൾ നടത്തുന്ന സംഘടനകളെ പോലും സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന് ശത്രുക്കളുടെ പ്രവർത്തനം നടത്തും. ലോകത്തിന് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങളെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ആരോ വധഭീഷണി കത്തെഴുതിയപ്പോഴ് ഒരു പത്രം പറയുന്നത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞാലെ കൈയാണ് വെട്ടിയതെങ്കിൽ ഇദ്ദേഹത്തിന്റെ തോള് തന്നെ വെട്ടണമെന്ന് വസീയത്തിൽ പത്രമുണ്ട്. ആ പത്രത്തിന്റെ ആൾക്കാരായിരിക്കാമെന്ന് ഒരു പത്രം എഴുതിയതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ ആ ഇകഴ്ത്തുന്നിടത്ത് ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കാനും തയ്യാറാവലാണ് ആരെ നിർത്താനും ശരി. നേരത്തെ ഇവിടെ സ്വാതപ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അതൊക്കെ മഹാനായ റസൂലുള്ളാഹി തങ്ങളോടുള്ള ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു നാട്ടിൽ ആരെങ്കിലും, ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ, ആർക്കും എന്തും നടത്താം. അടുത്തുള്ളവന്റെ മൂക്കത്തുനിന്ന് എത്തുന്നവരെ നമ്മളെ സ്വാതന്ത്ര്യം, മൂക്കത്ത് തട്ടാൻ പാടില്ല. ആർക്കെന്തും നടത്താം. അവനാ പ്രസംഗിക്കുന്ന, അവനാ വിശ്വസിക്കുന്ന മതമനുസരിച്ച് പ്രസംഗിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ജാഥ നടത്താനും ആഘോഷം നടത്താനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ ജനാധിപത്യ രാഷ്ട്രത്തില് ഞങ്ങളെ സ്വാതന്ത്ര്യം മരിക്കുന്ന രൂപത്തിൽ ആര് വന്നാലും ഇൻഷാ അല്ലാഹ് മഹാനായ റസൂലുള്ളാഹി തങ്ങളെ ഏറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആ അവകാശത്തെ അനിക്കുന്ന രൂപത്തിൽ ആര് വന്നാലും ശരി അതിനെ അലമാല പോലെ എതിർക്കാൻ, ആഞ്ഞടിക്കാൻ സുന്നികൾ ബാധ്യസ്ഥരായാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും. മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നിലധികം കേശം, മുടി, തിരികേശം മർക്കസിലുണ്ടായപ്പോ അതിനെതിരെ ചില ആളുകൾ ഇന്ന് പത്രത്തിൽ കണ്ടു. അതിപ്പോ എങ്ങനെ ഈ വളരെ കുറച്ച് മുടി ഉണ്ടാവും, മർക്കസിൽ നിന്ന് ഒന്നിലധികം മുടികൾ എങ്ങനെ ഉണ്ടാവും? മഹാനായ കാന്തപുര ഉസ്താദ് അങ്ങനെയാണ്. ചിലരുടെ ബഹുമാനമൊക്കെ നമുക്ക് കണ്ടാലേ അതൊക്കെ ആലങ്കാരിക്കാൻ തോന്നിപ്പോ. ഇപ്പൊ നമ്മളെ കാണും ചില ആളുകളിൽ നമുക്ക് തോന്നും ആ തങ്ങളാണ്, എല്ലാരും പോകുന്ന ഞാനും പോകും, മറ്റേ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് തോന്നും. അതേസമയം മനസ്സിലുള്ള ആ പ്രേമവും ഇഷ്ടമൊക്കെ നമ്മൾ ആ പ്രവർത്തനം നമുക്ക് മനസ്സിലാവും. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു ഹുബ്ബ് കൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ ഒന്നിലധികം തിരികേശങ്ങൾ എത്തിയെന്ന് നമുക്ക് തീർത്ത് പറയാം. ഇപ്പൊ മർക്കസിന്റെ വിക്രൽക്കം നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 150ഓളം സയ്യിദന്മാർ ആ വേദിയിൽ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇതേപോലെ ചെറുതുണ്ട്, വലിയ ആൾക്കാരുണ്ട്. ഏകദേശം 150ഓളം സയ്യിദന്മാർ. ഇനി എ പി സ്ഥാനം ഞങ്ങളൊക്കെ ചെറിയ ആളുകളാണ്. ഞാനൊക്കെ 10 വയസ്സുള്ള ചെറിയ മനുഷ്യരാണ്. സംഘടന എല്ലാ രംഗത്തും ചെറിയ മനുഷ്യരാണെങ്കിലും ഒരു നോട്ടത്തിൽപ്പെട്ടാൽ എന്താ സന്തോഷം, സുഖല്ലേ, ആ റാഹത്തുള്ള വർത്താനം. അത് മഹാനായ റസൂലുള്ളാഹി തങ്ങളോടുള്ള പ്രേമമാണ് ഞങ്ങളോടൊക്കെ പ്രകടിപ്പിക്കുന്നത്. അത് എത്ര ചെറിയ ചെയ്താലും ശരി, ആ പ്രേമം കൊണ്ട്, ആ സ്നേഹം കൊണ്ട്, ആ ഇഷ്ടം കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ആ വലിയ ഭാഗ്യം കിട്ടിയത് ആരും വസിയപ്പെട്ടില്ല. ആ പ്രേമം കണ്ട്, ആ സ്നേഹം കണ്ട് ഇതാണ് നാളത്തേക്ക് നമുക്കുള്ള രക്ഷയുടെ മാർഗമെന്ന്, നമുക്ക് മോചനത്തിലുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നന്മയുടെ മാർഗത്തിലേക്ക്, മൂല്യങ്ങളുടെ മാർഗത്തിലേക്ക്, സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക്, മഹാനായ റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടവെക്കുന്ന മാർഗത്തിലേക്ക്, ആ മാർഗം പിന്തുടർന്നുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ തയ്യാറാണെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി നമ്മുടെ മനസ്സിലെ പ്രേമവും നമ്മുടെ മനസ്സിലെ സ്നേഹം വർദ്ധിക്കുന്ന രൂപത്തിൽ അവിടത്തോടുള്ള സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്തും റഹ്മാനെ ഭാവികളായ ദോഷികളായ ഞങ്ങളെല്ലാ ദോഷങ്ങളും റഹ്മാനെ നീ മാഫാക്കണേ അല്ലാ. ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെല്ലാ വീഴ്ചകളും നീ മാഫാക്കണേ
അല്ല. ഞങ്ങളുടെ ഉപ്പമാരുടെയും ഞങ്ങളുടെ ഭാര്യമാരുടെയും ഞങ്ങളുടെ സന്താനങ്ങളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ അവരുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല. റഹ്മാനെ ഞങ്ങളുടെയും അവരുടെയും മനസ്സുകളിൽ നന്നാക്കണേ അല്ല. കിബർ നൽകല്ല തമ്പുരാനെ, ഹസദ് നൽകല്ല തമ്പുരാനെ, റിയാദ് നൽകല്ല തമ്പുരാനെ. റഹ്മാനെ ഞങ്ങളെ യുദ്ധന്മാരാക്കല്ല തമ്പുരാനെ. റഹ്മാനെ ഞങ്ങളെ ധാരാളികളാക്കല്ല തമ്പുരാനെ. ജീവിക്കുന്ന കാലം എന്റെ തോഴത്തിലായി എന്റെ ഇഷ്ടത്തിലായി ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ല. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ അല്ല. റഹ്മാനെ ഞങ്ങൾ ഒരുപാട് രോഗികളുണ്ട് തമ്പുരാനെ. ഞങ്ങളെ ലാഹിറും ബാത്തിനുമായ എല്ലാ രോഗങ്ങളും ശിഫ നൽകണേ അല്ല. ഞങ്ങളുടെ മാനസികവും ശാരീരികമായ എല്ലാ രോഗങ്ങളും ശിഫ നൽകണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖാലല്ലാഹു അസ്സ വജൽ. ختام جميع الأنبياء محمد ويوم قيام الناس يبعث أول. فجد يا رسول الله منك برحمتي لعبد أسير بذنوبه مسربل. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بمن أنت يا حاد نياقي مزمزم. أرى القوم سكرى والغياهيب تلهب. بدور بدت أملاها وجه محمد وصحباء دارت بل حديثك مطرب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بجاهك أدركنا إذا حسب الوراء. فإنا عليكم ذلك اليوم نحسب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بجاهك أدركنا إذا حسب الوراء. فإنا عليكم ذلك اليوم نحسب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بجاهك أدركني إذا حسب الوراء. فإني عليكم ذلك اليوم أحسب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. فما كل شقاء سوى جفاه وليس سوى تواصله نعيم. أمة سيدنا محمد. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാര്, മുതഅല്ലിമീങ്ങള്, സഹോദരന്മാര്, സഹോദരിമാര്, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, മുത്തുനബിയുടെ സ്നേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അവിടുത്തെ
മഹബത്ത്, അതിൽ മാത്രമാണ്